അഗാധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴുള്ള ഒരു തേപ്പ്. വല്ലവനും വല്ലോടത്തും പോയി കുത്തുകൊള്ളു താനെന്തിനോട് എന്റെ ബെഡും ഞാൻ വലിച്ചു തീർന്നേ? ഇങ്ങനത്തെ ബെഡേ തൊട്ടാണ്ടില്ല. ലെറ്റ്സ് കം ടു ദി പോയിന്റ്. ഇത് മുഴുവനും എബിച്ചനെതിരെ ഇടവകക്കാർ എഴുതി തന്നിട്ടുള്ള പരാതികളാ. പിതാവേ, എന്റെ അഭിപ്രായത്തിൽ കഴിപ്പക്കരയിൽ കുറച്ച് ഗുണ്ടായിസൊക്കെ വേണം. അങ്ങനെയൊക്കെയാണ് പ്ലാനെങ്കിൽ വീൽ ചെയർ ഒരെണ്ണം കൂടി പിതാവ് വാങ്ങി വെക്കേണ്ടി വരും. അച്ഛന്മാരെ തല്ലിയ പരാതിയില്ല, അത് ഇടവകക്കാരുടെ അവകാശം. പക്ഷെ അച്ഛൻ ഇടവകക്കാരെ തല്ലിയ പരാതികളുടെ പെരുന്ന ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പിതാവേ, മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ച ഇനി ഒരു കാര്യമേ നടക്കത്തുള്ളൂ. എബിച്ചിന് അവർ തട്ടും, അതുറപ്പാ. ഇവിടെ വന്നിരിക്കണു. പിതാവേ, ഈ അഴിഞ്ഞാട്ടത്ത് കേട്ടിട്ടല്ലേ ഉള്ളൂ, നേരിട്ട് കണ്ടോ. ഇങ്ങനെ പോയ ഇടവക്കാരല്ല, തിരിച്ചു പോയാൽ നേരിട്ട് വന്ന് കൊല്ലേണ്ടി വരുന്നതിനെ തോന്നിയ ദിവസം കാണിക്കുന്നു. എടകേപ്പേ, പിതാവച്ചനെ കൊല്ലത്തൊന്നുമില്ല, അതിനിവിടെ നാട്ടുകാരുണ്ട്. പിന്നെ പിതാവേ, മനഃശാസ്ത്രപരമായിട്ട് വേണം നമ്മതിനെ കൈകാര്യം ചെയ്യാൻ. നാട്ടുകാരുടെ ഭാഗത്ത് ക്രൂരമായ പ്രതികരണമായിരിക്കും. മൃഗീയമായ അടി അല്ലാതെ പിതാവേ, മൃഗീയമായ അടി. ടൂൾസ് വെച്ചല്ലേ കയറി ചാമ്പ്യത്. എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ പിതാവേ? എന്റെ കെട്ടിയോണ്ടിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ പിതാവേ? പിതാവേ, എന്റെ പിള്ളേർ കപ്പനില്ലാതായി പോയിരുന്നെങ്കിൽ ആരുത്തരം പറയായിരുന്നു പിതാവേ. അമ്മ അതിനെ അടിയാണ് അടിച്ചത് പിതാവേ. ഈ കാണുന്ന തണ്ടും തടിയൊക്കെ ഉള്ളു പിതാവേ. പോഴന്മാരാ നീ ഇരിക്കൂ. പിതാവേ, ഞങ്ങൾ സങ്കടം പറയാൻ വന്നതല്ല, ഞങ്ങൾക്ക് പിതാവിന്റെ തീരുമാനം അറിയണം. ഓ, കൂടുതലൊന്നും അറിയാനില്ല. വന്ന വണ്ടിക്ക് ഇരിയാനും കയറ്റി പോയാ മതി. ജോർജി, നീ അവിടെ ഇരിക്കും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടി അത് സൂപ്പറായിരുന്നു. അടിക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഇത്രയും കാലം നമ്മള് നാട്ടുകാര് അച്ഛന്മാര് കിട്ടടിക്കല്ലായിരുന്നു. ഇനി തൊട്ട് അങ്ങോട്ട് അച്ഛന്മാരും അടിക്കട്ടെ. സംസാരിക്കാനുള്ള വേദിയല്ലേ മനസ്സിലായടാ? ആ ശരി സാർ. പിതാവ്, ഇനിയിപ്പോ നാട്ടുകാര് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഈ പള്ളി മുറ്റത്ത് അച്ഛൻ കയറി വന്ന കോലം പിതാവ് കണ്ടതാണല്ലോ. ഈ ഇടവക മുഴുവൻ ഇയാളുടെ പേക്കൂത്ത. പരിഭാവനമായ ഈ അൾത്താരയിൽ കയറി നിന്ന് ക്ഷമയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന അച്ഛൻ അതേ അൾത്താരയുടെ മുന്നിൽ കിടന്ന് നെറികെട്ട ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നു. ഇതാണോ തിരുസഭ പഠിപ്പിക്കുന്നത്? പിതാവ് ഉത്തരം പറയണം. അല്ല പിന്നെ എണ്ണം പറഞ്ഞത് ശരിയാ. പിതാവ് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി ഇവിടെ. പിതാവേ, ഒന്നും ഉണ്ടായിരിക്കുന്ന നാട്ടോ ബുദ്ധി. എബിച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? പിതാവേ, ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നടിക്കണം. പള്ളിക്കകത്ത് അലമ്പ് കാണിച്ച ഞാൻ അടിക്കും. ഇനിയും അടിക്കും. അച്ഛൻ തന്നെ പറഞ്ഞാൽ അടിക്കുമെന്ന്. ഇനി ആരും സാക്ഷി പറയണ്ട. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഉചിതമായൊരു തീരുമാനം എടുത്ത് നിങ്ങളെ വിവരം അറിയിക്കും. ഇപ്പോ തൽക്കാലം നമുക്ക് പിരിയാം.
പിതാവേ തീരുമാനം പെരുന്നാളിന് മുന്നേ ഇങ്ങനെ അറിയിച്ചേക്കണേ. ഈ കലിപ്പക്കരയിൽ പെരുന്നാൾ ബഹളങ്ങൾക്കിടയ്ക്ക് കാണാതാകുന്ന പല മാന്യന്മാരെയും പിന്നെ 3-ന്റെ അന്ന് കായലിൽ നിന്നാണ് കിട്ടുന്നത്. വെറുതെ നാട്ടുകാർക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് കൊച്ചച്ഛനോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഈ കാർലോസ് അച്ഛൻ എങ്ങനെയുണ്ട്? തിരക്ക് കാരണം എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല. അരവിന്റെ ചെല്ലും ഞാൻ അന്വേഷിച്ചായിട്ടൊന്ന് പറഞ്ഞേക്കണേ. പാവം. ഒരു മീറ്റിംഗ് ഉണ്ടാക്കി ഒരു അച്ഛനെ കൊലക്ക് കൊടുത്തിട്ട് പിതാവിനും ചിരിക്കുന്ന ചിരിയുണ്ടല്ലേ? എന്തിനാ ചിരിക്കുന്നത് പറഞ്ഞിട്ടെങ്കിലും ചിരിക്കി കൊലച്ചിരി. താൻ വലിയ മനഃശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ട് തനിക്കൊന്നും മനസ്സിലായില്ലടോ. പേടിച്ചു മനസ്സിലാത്തഞ്ഞ ഈ വലിയ തമ്മാടികള് നല്ല അടി കൊണ്ട് കഴിയുമ്പോ സങ്കടം പറഞ്ഞൊരു രീതിയുണ്ട്. അതിനാണ് നമ്മൾ ഈ പെരട്ടെന്ന് പറയുന്നത്. അതാണോ നമ്മളിപ്പോ കേട്ടത്? എന്റെ പിതാവ് നമ്മുടെ എബിച്ചിനെ അവർ കൊല്ലും. എബിച്ചനെയോ? തനിക്കില്ലാത്ത എന്തോ ഒരു സംഗതി അവനുണ്ട്. അതെന്ത് സംഗതി? എന്റെ അഭിപ്രായത്തിൽ നമുക്ക് എബിച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നു. വണ്ടി നിർത്തിയേ. നിർത്തിയേട്ടാ. ഇറങ്ങിക്കേ. ആ എന്റെ പിതാവേ, എന്നാ പിന്നെ താൻ പോയി അവനെ വിളിച്ചോണ്ട് വാ. അങ്ങനെ വാ. എന്നിട്ട് താൻ ഈ ഇടവക ഭരിച്ചു. പിതാവ് പറഞ്ഞാൽ ശരി. എബിച്ചിനെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിതാവേ, നമുക്ക് തെക്കേക്കട വഴി പോയാലോ? മെയിൻ റോഡ് നമ്മൾ ബ്ലോക്ക് ആയിരിക്കാതെ. ചേട്ടാ വണ്ടി എടുക്കുക, പോവാം. എബിച്ചോ, തോർത്തിയത് മതി. ഒന്ന് വേഗം വാ, ഇല്ല ഇവരിത് അടുപ്പേ വെച്ച് തന്നെ വറ്റിക്കും. കറണ്ട് അടിച്ച പോലെ പോയെന്ന്. എന്നെ സംഭവിച്ചെന്ന് എനിക്ക് ഒത്തും പിടിയില്ല. എന്നെ ആണേലും ജെറുസലേം പള്ളിയിൽ കർത്താവ് അടിച്ച അടിപൊളിയായി. അത് അക്കരെ പിള്ളേർ പൊട്ടാസ് പൊട്ടിച്ച് കളിക്കുന്നതാ. ശരിക്കുള്ള വെടിക്കെട്ട് കാണാൻ നമ്മുടെ പള്ളി പെരുന്നാൾ വരണം. എടക്കേപ്പേ, അത് അവൻ പറഞ്ഞതുള്ളതാ. പിന്നെ ആ കള്ള ഇസ്താക്കി നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോ ഈ വെടിയും പുകയും കാണാൻ ഒരു സന്തോഷം കാണത്തില്ലെന്നേ. ആകാശം തമിട്ട് പൊട്ടുന്ന കാണാൻ അവർക്ക് പറ്റത്തില്ല. പച്ച ഇറച്ചിക്ക് മനുഷ്യർ തമ്മിൽ തല്ലുകൂടുന്ന കാണാൻ വലിയ സന്തോഷം. പൊട്ട അവിടുന്ന്. അതിനൊക്കെ ഒരു നേരി നെറിയൊക്കെ ഉണ്ട് അച്ചോ. ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുക്കുവാന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ലക്ഷം രൂപയുടെ പടക്കങ്ങ് പൊട്ടിക്കും. അതിന്റെ പേരിൽ 10-15 ലക്ഷം പിരിക്കുകയും ചെയ്യും. നാട്ടുകാരുടെ അടുത്ത് പിരിക്കുന്നേം പോരാഞ്ഞ് ഈ നേർച്ചപ്പെട്ടി ഊറ്റുന്നതും കൂടാണ്ട് ഈ പള്ളിപ്പറമ്പിലെയും തോട്ടത്തിലെയും ആദായം മുഴുവൻ അവൻ ആ പേരിൽ അങ്ങ് എടുക്കും. അതുള്ളതാ. ഇഷ്ടാക്കിയാണ് മെഴുകാനുള്ള തൊഴുത്ത നമ്മുടെ പള്ളി പെരുന്നാളും പള്ളി. ഇവനും ഇതിനൊക്കെ കൂട്ടാ. പേടിച്ചിട്ട് ഒരക്ഷരം മിണ്ടത്തില്ല. എബിച്ചോ, എന്നെ ഒക്കെ പറഞ്ഞാലും അച്ഛനൊന്ന് സൂക്ഷിക്കണേ. നിറികെട്ട കൂട്ടങ്ങളാന്നേ. കാക്കണേ. എവിടെ നോക്കിട്ടാണ് വണ്ടി ഓടിക്കുന്നത്? ആയിക്കളെ നട്ടപ്പാതിക്ക് തുണിയില്ലാത്ത വണ്ടി കൊണ്ട് എവിടേക്കണ്ട മനുഷ്യൻ നിൽക്കണ കണ്ടുകൂടെ? പിന്നെ പറഞ്ഞത് എവിടെ നോക്കിണ്ട വണ്ടി ഓടിക്കണം? അങ്ങേരുടെ പേരും പറഞ്ഞ് ഒരുത്തനും ഇവിടെ കിടന്ന് തുള്ളാൻ നിൽക്കണ്ട. അടുത്ത പെരുന്നാളിന് അറക്കാൻ നിർത്തിയേക്കണ കുഞ്ഞാണത്. മനസ്സിലാണോ? വണ്ടി